ബൈജൂസ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഹ്യൂടെക് സ്റ്റാർട്ടപ്പായിരുന്നു. ഇപ്പോൾ സ്റ്റാർട്ടപ്പാണ് ഓൾ ഇന്ത്യയിൽ. പക്ഷേ മൾട്ടിപ്പിൾ വാല്യുവേഷൻ, മൾട്ടിപ്പിൾ ലെവലിൽ വളരെ ഫാസ്റ്റായിട്ട് ഫണ്ട് റേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പാണ്. പക്ഷേ ഡൗൺ റൗണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വാല്യുവേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു 100 കോടി വാല്യുവേഷൻ എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്കിൽ ഫണ്ട് റേസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ആ ഫണ്ട് ഒരു 10 കോടിയാണ്, അതായത് 10 crore for 100 crore വാല്യുവേഷനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പ്രോമിസ് ചെയ്യുന്നത് ഒരു 4th or 5th ഇയർ ആകുമ്പോഴേക്കും ഈ പറയുന്ന 100 crore എത്തും എന്നുള്ള അഷുറൻസ് ആണ് നമ്മളവിടെ ഇൻവെസ്റ്റർക്കും വാല്യൂവർക്കും കൊടുക്കുന്നത്. അപ്പോൾ മിനിമം 100 കോടി ആവണമെങ്കിൽ നമ്മൾ ടേൺ ഓവർ 25 to 30 crore എങ്കിലും ആ 5th ഇയറിലെങ്കിലും ആവണം. അതല്ലാത്ത പക്ഷം നമ്മൾ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ടേം ഷീറ്റ് ആൻഡ് ഇൻവെസ്റ്റർ എഗ്രിമെൻറ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ എക്സിക്യൂട്ടീവ് എഗ്രിമെൻറ്റാണ് ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെൻറ്റ് എന്ന് പറയും, അത് ഷെയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. ഇതിൽ ഡൗൺ റൗണ്ട് എന്ന് പറയുന്ന ഒരു ക്ലോസ് ഇൻവെസ്റ്റർക്ക് ഉണ്ട്. നമ്മൾ പറയുന്ന വാല്യുവേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ടേൺ ഓവർ, എബിഡ, പ്രോഫിറ്റബിലിറ്റി എത്തിയില്ലെങ്കിലും ഈ വാല്യുവേഷനെ കുറയ്ക്കാനുള്ള റൗണ്ട് അല്ലെങ്കിൽ ഒരു റൈറ്റ് ഇൻവെസ്റ്റർക്ക് ഉണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് ഈ 100 കോടി വാല്യുവേഷന് 50 കോടിയിലേക്ക് എത്തിക്കാനും നമ്മുടെ ഡൈലൂഷൻ 10 എന്നുള്ളത് 30-40 ആയിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതും ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫണ്ട് എന്ന് പറയുന്നത് ഗ്രോത്ത് ക്യാപിറ്റലാണെന്ന് പറയാം. അതൊരു റെസ്പോൺസിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ആ റീസണബിൾ വാല്യുവേഷനിൽ ഫണ്ട് റേസ് ചെയ്യുക.